സോഷ്യൽ മീഡിയ വഴി തരംഗമായി മാറിയ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പാലക്കാടിൻ്റെ ഗ്രാമീണ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലങ്കോടാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ 10 ഗ്രാമങ്ങളിലൊന്ന്. കൊല്ലങ്കോട് വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാത്ത ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മുടെ യാത്ര. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ചായക്കട, ആ ചായക്കടയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഈ വീഡിയോ കാണുന്നവർക്ക് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് നമ്മൾ എവിടേക്കാണ് പോകുന്നത്. അതെ, ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലേക്ക്. സോഷ്യൽ മീഡിയ വഴി ഇത്രയും പ്രശസ്തമായ ഒരു ചായക്കട വേറെ ഉണ്ടാകാൻ വഴിയില്ല. കൊല്ലങ്കോട്ട് നിന്ന് സീതാർകുണ്ടിലേക്കും ചിങ്ങഞ്ചിറയിലേക്കും ഒക്കെ പോകുന്ന വഴിയിലാണ് ഈ ഒരു ചായക്കട സ്ഥിതി ചെയ്യുന്നത്. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ സെർച്ച് ചെയ്താൽ കൃത്യമായി നമുക്ക് ഈ ചായക്കടയുടെ മുന്നിലേക്ക് എത്തിച്ചേരാൻ കഴിയും. സോഷ്യൽ മീഡിയയിലൂടെ തരംഗമായ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്കും ഒരുപാട് നാളുകളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഈ ചായക്കടയിൽ വരണമെന്ന്. അങ്ങനെ ഇന്ന് ഞാൻ ഇവിടെ എത്തി. ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട ഇന്ന് വളരെ പ്രശസ്തമാണെങ്കിലും ഈ കടയുടെ മുന്നിൽ അങ്ങനെ ഒരു പേരോ ബോർഡോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. കടയുടെ അകത്ത് ചെറിയൊരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു: ശുദ്ധമായ വായു, ശുദ്ധമായ ജലം, ശുദ്ധമായ മണ്ണ്. നമുക്ക് ഈ ചേട്ടനെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ മനസ്സിലാവും അതുപോലെ ശുദ്ധമായ ഒരു മനസ്സിൻ്റെ ഉടമ കൂടിയാണ് ഈ ചെല്ലപ്പൻ ചേട്ടൻ. അതുകൊണ്ടുകൂടിയാണ് സോഷ്യൽ മീഡിയ വഴി ഈ ചേട്ടൻ ഇത്രയും പ്രശസ്തനായി മാറിയത്. ഇന്ന് അവധി ദിവസം അല്ലാത്തത് കൊണ്ടായിരിക്കാം ഈ കടയിൽ ഇപ്പോൾ ഞങ്ങൾ മാത്രമാണുള്ളത്. ഞങ്ങൾ പലപ്പോഴും യാത്രയിൽ അവധിയില്ലാത്ത ദിവസങ്ങളാണ് തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമാണ് ശരിക്കും നമുക്ക് അതിൻ്റെ ഭംഗി ഏറ്റവും നന്നായി ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഉഴുന്നുവട, പരിപ്പ് വട, പിന്നെ കാലത്ത് ഇഡ്ഡലി, പിന്നെ ചായ. വൈകുന്നേരം വരെ കടിയായിട്ടുണ്ട്. ഇവിടെ എങ്ങനെ എല്ലാ ദിവസവും തിരക്കൊക്കെ ഉണ്ടോ കടയിൽ? ഒഴിവ് ദിവസങ്ങളിൽ നല്ല തിരക്കാണ്. ഇന്നലെയൊക്കെ ഒഴിവല്ലേ, നല്ല തിരക്ക്. ഉഴുന്നുവടയും പരിപ്പുവടയും ഉണ്ടംപൊരിയും പിന്നെ സ്പെഷ്യൽ ചമ്മന്തി, അതാണ് ഇവിടെ ഏത് സമയത്ത് വന്നാലും നമുക്ക് ലഭിക്കുന്നത്. പരിപ്പുവടയും ചമ്മന്തിയുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ചമ്മന്തിയുടെ ടേസ്റ്റ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയും വ്യത്യസ്തമായ രുചിയിലാണ് ആ ചമ്മന്തി തയ്യാറാക്കുന്നത്. പനയോല കൊണ്ട് മേഞ്ഞതാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട. അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ ഒരു കട ഈ രൂപത്തിൽ ഇപ്പോഴും നിലനിർത്തി പോരുന്നത്. കാരണം ഇങ്ങനെ ഈ പനയോല കൊണ്ടുള്ളൊരു കടയാണിത്. ഈ പനയോല മെടയാനും ഇത് മേഞ്ഞെടുക്കാനും പറ്റിയ പണിക്കാരൊന്നും ഇപ്പോൾ അധികം കിട്ടാനില്ല. വളരെ ബുദ്ധിമുട്ടാണ് ഇത് ഈ രൂപത്തിൽ നിലനിർത്തിയെടുക്കുന്നതിന്. നമ്മൾ ഈ കടയിൽ കാണുന്ന ഏറ്റവും വലിയ ആഡംബര വസ്തു എന്ന് പറയുന്നത് ഈ കറങ്ങുന്ന ഒരു ഫാനാണ്, ഇലക്ട്രിക് ഫാൻ. അപ്പോൾ ഇതാണ് ഈ കടയിൽ കണ്ട ഒരു വലിയ ആഡംബര വസ്തു എന്ന് പറയുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഗൂഗിൾ പേ ആണ്. ഗൂഗിൾ പേ വഴി നമുക്കിവിടെ പണമിടപാടുകൾ നടത്താൻ കഴിയുമെന്നുള്ളത് വലിയ ആശ്വാസമാണ്. കൊല്ലങ്കോട് വരുന്ന സഞ്ചാരികൾ തീർച്ചയായും ചെല്ലഞ്ചേട്ടൻ്റെ ഈ ചായക്കടയിൽ വരണം. അദ്ദേഹത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം അദ്ദേഹം പുതിയ തലമുറയ്ക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ കട ഇപ്പോഴും ഈ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പാലക്കാടിൻ്റെ ഗ്രാമീണ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.